നമസ്കാരം. മറ്റൊരു മേടപ്പുലരിയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായി ഇനി വെറും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ അത് കൊണ്ടുവരണമെന്നും അത് പ്രാവർത്തികമാക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എന്നാൽ അതിനിടയിൽ പല കാരണങ്ങൾ, പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ വരികയും അത് നമ്മളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ വാസ്തു സംബന്ധമായി പറയുമ്പോൾ വാസ്തുശാസ്ത്രപരമായ ചില തടസ്സങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ നടക്കാതിരിക്കുന്നതിന് പിന്നിലുള്ളത്. പലപ്പോഴും നമ്മുടെ വീട്ടിലും നമുക്ക് ചുറ്റും പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനാവും, അല്ലെങ്കിൽ നമ്മളാൽ പല കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. അതിലുപരി വാസ്തുവിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കർമ്മ മേഖലയിലും കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയ്ക്കും ഒക്കെയും അഭിവൃദ്ധിയൊക്കെ ലഭിക്കുന്നതിനും വാസ്തു വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ വാസ്തു പ്രകാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ, നമ്മുടെ ജീവിതത്തിലെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കാതെ ചെറിയ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വിടുന്നത് നാളെ നമ്മുടെ ഐശ്വര്യത്തിന് തടസ്സമാകുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഏപ്രിൽ 14 മേടം 1 നിങ്ങൾ അടുത്ത ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ കാര്യമാണ്. അത് മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൻ്റെതായ ഫലങ്ങൾ ജീവിതത്തിലും സാമ്പത്തിക മേഖലയിലും കരിയറിലും അതുപോലെ തന്നെ കുട്ടികളിലും, അല്ലെങ്കിൽ ആ ഭവനം മുഴുവനും ഒരു മാറ്റം ഉണ്ടാകുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് മേടം 1 ഏപ്രിൽ 14 വരുന്ന തിങ്കളാഴ്ച ദിവസം വിഷുവാണ്. അന്നേ ദിവസം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ അത് തുടർന്ന് ഒരു വർഷക്കാലം നിങ്ങളെ വളരെയധികം സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തുന്നതിനും സഹായിക്കും. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാമ്പത്തികമായി ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിനും ഉന്നതി ഉണ്ടാകുന്നതിനും ഈ മേടവിഷു മുതൽ നമുക്ക് നമ്മുടെ ജീവിത ശൈലിയിൽ ഒരു മാറ്റം വരുത്താം. അതിനാദ്യമായി വേണ്ടുന്നത് മന്ത്രജപം തന്നെയാണ്. മന്ത്രജപം നടത്തുന്നത് വളരെയധികം മാറ്റങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് സഹായിക്കും. അതും ഒരു പുതുവർഷം, അതായത് മേട സമയമാണ്. അടുത്ത ഒരു മേട പുലരി വരെ നമ്മൾക്ക് സാമ്പത്തികമായ ഒരു ഉന്നതി വരുന്നതിന് ശുഭകരമായ പല മാറ്റങ്ങളും നമുക്ക് ജീവിതത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലക്ഷ്മി കടാക്ഷം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മന്ത്രജപം അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ്. സന്തോഷവും ഐശ്വര്യവും കൈവരിക്കുന്നതിന് രാവിലെ എഴുന്നേറ്റ് ശാന്തമായ മനസ്സോടുകൂടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, ഗായത്രി മന്ത്രം ജപിക്കുക. ഇത് ദോഷങ്ങൾ ഇല്ലാതാക്കി വാസ്തു സംബന്ധമായ ഭവനത്തിലെ പ്രശ്നങ്ങളെ വരെ ഈ ഒരു മന്ത്രജപത്തിലൂടെ, ലക്ഷ്മി ദേവി ആരാധിക്കുന്നതിലൂടെ, ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ മാറ്റുന്നതാണ്. അപ്പോൾ ഒരു തുടക്കമാകട്ടെ ഈ വരുന്ന ഏപ്രിൽ 14 മേടവിഷു അന്ന് മുതൽ. അതൊരു പുതുവർഷത്തിൻ്റെ തന്നെ തുടക്കമാണ്. അതായത് അടുത്ത ഒരു വർഷക്കാലം ഈ ഒരു മേടപ്പുലരി നമുക്ക് നൽകുന്ന ആ ഒരു മഹാഭാഗ്യം, അല്ലെങ്കിൽ കൈവരിക്കാൻ പോകുന്ന ഒരു നേട്ടങ്ങളൊക്കെയും നമ്മൾക്കതൊരു ജീവിതത്തിൻ്റെതായ പല വഴിത്തിരിവിലേക്കും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. അപ്പോൾ ആദ്യം അന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധിയായി വന്ന് അല്പസമയം മന്ത്രജപത്തിന്, അല്ലെങ്കിൽ ഭഗവതിയോട് തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ചിലവാക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം കോലമിടുക എന്നതാണ്. ഇതൊരു തമിഴ് നാടുകളിൽ, അല്ലെങ്കിൽ തമിഴ് ആചാരമാണ് എന്ന് കരുതി നമ്മൾ ആരും മലയാളികൾ അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാറില്ല. എങ്കിൽ പോലും കോലമിടാൻ സാധിക്കുന്നവരാണെങ്കിൽ അന്നേ ദിവസം മേടപ്പുലരിയിൽ രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്ന് ഭവനത്തിന് മുന്നിൽ ഒരു അല്പം ചാണകമൊക്കെ മെഴുകിയിട്ട് അതിന് മുകളിലേക്ക് കോലമിടുകയാണെങ്കിൽ അത് പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും, ജീവിതത്തിൽ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ നല്ലതെല്ലാം നിങ്ങളെ ആ ഒരു വർഷക്കാലത്തിനുള്ളിൽ നേടിയെടുക്കാനും തേടി വരുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പ്രാർത്ഥന മുടക്കാതിരിക്കുക. അന്നേ ദിവസം നല്ല രീതിയിൽ ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിക്കുക. ഭഗവാൻ മഹാവിഷ്ണുവിനെ, കൃഷ്ണനെ തുടങ്ങിയ എല്ലാ ദൈവങ്ങളെയും അന്നേ ദിവസം ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, മന്ത്രജപങ്ങളൊക്കെ നടത്തുന്നതും ഉത്തമമാണ്. അതോടൊപ്പം കോലമിടാൻ സാധിക്കുന്നവർക്ക് അതും ചെയ്യാവുന്നതാണ്. ഇഷ്ടദേവത ആരാധന മേടപ്പുലരിയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ വേണ്ടിയാണ് ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത്
അന്നേ ദിവസം മേടപ്പുലരിയിൽ വളരെയധികം പ്രാർത്ഥനകൾ അത്യാവശ്യമാണ്. പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതിനും പോസിറ്റീവായി നിലനിൽക്കുന്നതിനും വേണ്ടി പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് വേണം ഈ പ്രാർത്ഥനയിൽ മുഴുകുവാനായിട്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ, അങ്ങനെ ആ പ്രാർത്ഥന നീണ്ടുപോകുന്ന എത്രത്തോളം സമയം നീണ്ടുപോവുകയാണെങ്കിൽ അത്രത്തോളം നല്ലത്. ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട്, മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ വരുന്ന അടുത്ത മേടപ്പുലരിക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും സാധ്യമാകുന്നതാണ്. വാസ്തുശാസ്ത്ര പ്രകാരം പറയുമ്പോൾ മേടപ്പുലരിയിൽ പുത്തൻ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെയേറെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നതാണ്. കൂടാതെ മോശം കാര്യങ്ങളെക്കുറിച്ച് അന്നേ ദിവസം ചിന്തിക്കാതിരിക്കുകയും എല്ലാം ശുഭകരമായി പര്യവസാനിക്കണം, അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണം എന്ന ചിന്തയോടുകൂടി വേണം അന്നേ ദിവസം, അതായത് ഏപ്രിൽ 14 മേടവിഷു ദിവസത്തിൽ നിങ്ങൾ ഇരിക്കുവാനായിട്ട്. പുതുവസ്ത്രം അന്ന് രാവിലെ കുളിച്ച് ശുദ്ധിയെ പ്രാർത്ഥനയ്ക്ക് ശേഷം പുതുവസ്ത്രം ധരിച്ച് അന്നേ ദിവസത്തെ വളരെയധികം മഹിമയോട് പരിപാലിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നീണ്ട ഒരു വർഷക്കാലം സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ്. ദാനം എന്ന് പറയുന്നത് മഹത്തരമായ ഒരു കർമ്മമാണെന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം. അത് നമുക്ക് ഐശ്വര്യവും സമാധാനവും സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മേടപ്പുലരിയിൽ നിലനിന്നിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറി ഇനി ഒരു പൂർണ്ണ ഭാവത്തോടെ ഐശ്വര്യത്തോടു കൂടി ഒരു വർഷം ലഭിക്കുന്നതിന് വേണ്ടി, സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി അന്നേ ദിവസം ആർക്കെങ്കിലും വസ്ത്രം ദാനം ചെയ്യുക, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ദാനം ചെയ്യുന്നത് ഐശ്വര്യവും സമ്പത്തും ലക്ഷ്മി ദേവിയുടെ കൃപയും കടാക്ഷവും ഒക്കെ നമ്മളിലേക്ക് എത്തുന്നതിനും സഹായിക്കുന്നതാണ്. ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ ഏപ്രിൽ 14 മേടപ്പുലരിയിൽ ഇക്കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കൂ. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ തേടി സമ്പത്തും സമൃദ്ധിയും ഭാഗ്യവും വരുന്നതാണ്.